പ്രത്യേകിച്ചും പ്രായമായവരിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ അഥവാ അടിക്കടി മൂത്രം ഒഴിക്കാൻ തോന്നുന്ന അവസ്ഥ. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഇതെങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്നും നിയന്ത്രിക്കാമെന്നും പറഞ്ഞു തരാനുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പ്രശസ്ത കൺസൾട്ടന്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ വിഷ്ണു പ്രകാശ് ആറാണ്. ഡോക്ടർ വിഷ്ണു പ്രകാശ്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ അഥവാ OAB? OAB എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട്. അതൊരു നമുക്ക് പെട്ടെന്ന് അടക്കാനാവാത്ത മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടാവും. ചിലർക്ക് ആ തോന്നൽ വരുമ്പം മൂത്രം ലീക്ക് വരാം, ചിലർക്ക് വരാതിരിക്കാം, രണ്ടും ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, പിന്നെ രാത്രി കിടന്നതിന് ശേഷം ഒന്ന് ഒരു തവണയോ അത് ഫുൾ തവണയോ മൂത്രമൊഴിക്കാൻ തോന്നുക. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയാം. ചിലർക്ക് ഇത് നമ്മളിപ്പോ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേറൊരു അസുഖം ഉണ്ടാവില്ല, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളപ്പം ഈ അവസ്ഥ നമുക്ക് ഓവർ ആക്റ്റീവ് ബ്ലാഡർ പറയുന്നത്. ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് വരുന്നതിനാണ് നമ്മൾ യൂഷ്വലി ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയാം. ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഏജിങ്ങിന്റെ പാർട്ടായിട്ട് ഓവർ ആക്റ്റീവ് ബ്ലാഡർ വരാം. നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് അവിടുത്തെ ആ ഒരു നെർവ് സിസ്റ്റം അല്ലെങ്കിൽ മസിൽ വീക്ക്നെസിന് കാരണമായിട്ട് വരാം. അതൊരു കോമൺ റീസൺ ആണ്. അതായത് നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് എപ്പോഴായാലും ആ ഒരു ഓവർ ആക്റ്റീവ് സിംറ്റംസ് കൂടിക്കൂടും. നമ്മൾ 40 ആകുമ്പോൾ സിംറ്റംസ് കൂടുതൽ കാണാം. ഡയബറ്റീസ് ആണ്, ഡയബറ്റിക് പേഷ്യന്റിൽ കാണാം. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, അതായത് പാർക്കിൻസോണിസം, സ്ട്രോക്ക്, അൽഷിമർ, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ഇങ്ങനത്തെ അസുഖങ്ങൾ വരാം. ഫീമെയിൽസ് ആണെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ഏജിൽ എഗൈൻ ഓവർ ആക്റ്റീവ് ബ്ലാഡർ സിംറ്റംസ് കാണാറുണ്ട്. ആക്ച്വലി ഒരു മൾട്ടിപ്പിൾ ന്യൂറോളജിക്കൽ ആൻഡ് പ്രസഞ്ചിയുടെ മസിലിന്റെ ഒരു കോർഡിനേഷൻ പ്രോബ്ലം വരുന്ന കാരണം വരുന്ന അസുഖമാണ്. അതായത് മൾട്ടിപ്പിൾ റീസൺ ഉണ്ട്. നമ്മളിപ്പം എന്താണ് റീസൺ ഉള്ളത് ഓരോ പേഷ്യന്റിന് വ്യത്യസ്തമായി. ഈ അവസ്ഥ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിത നിലവാരത്തെ ബാധിക്കുമോ? ശരി, OAB എന്നാൽ അത്ര ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് അല്ല. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ അത് ചെറിയ ചെറിയ സിംറ്റംസ് ആയതുകൊണ്ട് ആൾക്കാരെ അവോയ്ഡ് ചെയ്യും, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അതിനെ കാര്യമായിട്ട് എഫക്ട് ആക്ച്വലി ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാമെന്ന് തോന്നുന്ന ആൾക്കാർ, എന്താ പറയാ, പബ്ലിക് ഫംഗ്ഷൻ പോകാൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലര് ട്രാവൽ ചെയ്യില്ല, കാരണം പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്. അതിനൊക്കെ പിടിച്ചു വെക്കാൻ പറ്റില്ല ഈ അസുഖങ്ങൾക്ക്. അവരത് ട്രാവൽ ചെയ്യില്ല. ചില പേഷ്യൻസ് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അവർ ട്രെയിനിൽ മാത്രം ചെയ്യാം. പിന്നെ യങ് പേഷ്യൻസ് ആണെങ്കിൽ അത് അവരുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കാം, ക്വാളിറ്റി ഓഫ് ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്ലീപ്പ് പ്രോബ്ലംസ്, അത് പ്രായമാകുന്ന ഈ സ്ലീപ്പ് പ്രോബ്ലംസ് വരുമ്പോൾ അവർക്കത് പിന്നെ അത് ആക്ടിവിറ്റിയെ ബാധിക്കും. അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വരാം. ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് നിലവിൽ ലഭ്യമായ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? OABയുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ അത് നമ്മൾ പലതരം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി നമ്മളൊരു സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. പിന്നെ അതിനെന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണം അത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ പെൽവിക് ഫ്ലോർ എക്സസൈസ്, കീഗൽസ് എക്സസൈസ്, ആ എക്സസൈസ് ചെയ്യാം. അതിന് കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ടും വ്യത്യാസമാത്ത പേഷ്യൻസിന് നമുക്ക് മെഡിസിൻ ഉണ്ട്, പലതരം മെഡിക്കേഷൻസ് ഉണ്ട്. അത് ട്രൈ ചെയ്യാം. ഒരു മെഡിസിൻ അല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, ബോട്ടിലിനം ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ നെർവ് സ്റ്റിമുലേഷൻ, ഇങ്ങനത്തുള്ള പുതിയ പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രശ്നം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില പൊതുവായ ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ജനറൽ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് ഇൻ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിമുലേറ്റിംഗ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കാം. കോഫി, ആൽക്കഹോള്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഓവർ ഈ നാച്ചുറൽ സ്വീറ്റ്നസ് യൂസ് ചെയ്ത ഫുഡ്, അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് രാത്രി ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതാണ് മെയിൻ എന്താ വെച്ചാൽ കിടക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാൻ നിർത്താം. ഒബീസിറ്റി ആകുന്ന ഒരു റിസ്ക് ഫാക്ടർ ആണ് ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്. പിന്നെ നമ്മൾ വേറെ സജസ്റ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ കീഗൽസ് എക്സസൈസ് തന്നെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടറോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ അഥവാ OAB? OAB എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട്. അതൊരു നമുക്ക് പെട്ടെന്ന് അടക്കാനാവാത്ത മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടാവും. ചിലർക്ക് ആ തോന്നൽ വരുമ്പം മൂത്രം ലീക്ക് വരാം, ചിലർക്ക് വരാതിരിക്കാം, രണ്ടും ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, പിന്നെ രാത്രി കിടന്നതിന് ശേഷം ഒന്ന് ഒരു തവണയോ അത് ഫുൾ തവണയോ മൂത്രമൊഴിക്കാൻ തോന്നുക. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയാം. ചിലർക്ക് ഇത് നമ്മളിപ്പോ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേറൊരു അസുഖം ഉണ്ടാവില്ല, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളപ്പം ഈ അവസ്ഥ നമുക്ക് ഓവർ ആക്റ്റീവ് ബ്ലാഡർ പറയുന്നത്. ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് വരുന്നതിനാണ് നമ്മൾ യൂഷ്വലി ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയാം. ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഏജിങ്ങിന്റെ പാർട്ടായിട്ട് ഓവർ ആക്റ്റീവ് ബ്ലാഡർ വരാം. നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് അവിടുത്തെ ആ ഒരു നെർവ് സിസ്റ്റം അല്ലെങ്കിൽ മസിൽ വീക്ക്നെസിന് കാരണമായിട്ട് വരാം. അതൊരു കോമൺ റീസൺ ആണ്. അതായത് നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് എപ്പോഴായാലും ആ ഒരു ഓവർ ആക്റ്റീവ് സിംറ്റംസ് കൂടിക്കൂടും. നമ്മൾ 40 ആകുമ്പോൾ സിംറ്റംസ് കൂടുതൽ കാണാം. ഡയബറ്റീസ് ആണ്, ഡയബറ്റിക് പേഷ്യന്റിൽ കാണാം. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, അതായത് പാർക്കിൻസോണിസം, സ്ട്രോക്ക്, അൽഷിമർ, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ഇങ്ങനത്തെ അസുഖങ്ങൾ വരാം. ഫീമെയിൽസ് ആണെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ഏജിൽ എഗൈൻ ഓവർ ആക്റ്റീവ് ബ്ലാഡർ സിംറ്റംസ് കാണാറുണ്ട്. ആക്ച്വലി ഒരു മൾട്ടിപ്പിൾ ന്യൂറോളജിക്കൽ ആൻഡ് പ്രസഞ്ചിയുടെ മസിലിന്റെ ഒരു കോർഡിനേഷൻ പ്രോബ്ലം വരുന്ന കാരണം വരുന്ന അസുഖമാണ്. അതായത് മൾട്ടിപ്പിൾ റീസൺ ഉണ്ട്. നമ്മളിപ്പം എന്താണ് റീസൺ ഉള്ളത് ഓരോ പേഷ്യന്റിന് വ്യത്യസ്തമായി. ഈ പ്രശ്നം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില പൊതുവായ ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ജനറൽ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് ഇൻ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിമുലേറ്റിംഗ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കാം. കോഫി, ആൽക്കഹോള്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്,
ഓവർ ഈ നാച്ചുറൽ സ്വീറ്റ്നസ് യൂസ് ചെയ്ത ഫുഡ് അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് രാത്രി ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതാണ് മെയിൻ എന്താ വെച്ചാൽ കിടക്കുന്നതിന്റെ ഒരു 2 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാൻ നിർത്താം. ഒബീസിറ്റി again ഒരു റിസ്ക് ഫാക്ടർ ആണ് ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്. പിന്നെ നമ്മൾ വേറെ സജസ്റ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ കീഗൽസ് എക്സസൈസ് ആണ് പെൽവിക് ഫ്ലോർ മസിൽസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് നല്ലതാണ്. ജനങ്ങളുടെ ബ്ലാഡർ ഹെൽത്തിനായി ഒരുക്കുന്ന ഒരു പൊതുബോധവൽക്കരണ സംരംഭം.